നമുക്ക് അടുത്ത് ചെന്ന് ആരാന്ന് നോക്കാമോ? ഏയ് പോകല്ലേ, അതാ കുരുനരിയാണ്. അടുത്ത് പോകല്ലേ. അത് നന്നായിട്ട് ഉറങ്ങാണ്. അത് ഉണർന്നെന്ന് വെച്ചോ, നമ്മൾ തരത്തിൽ എല്ലാ സാധനങ്ങളും മോഷ്ടിക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഈ കുരുനരി കടന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഇത് കടന്ന് വേണം നമുക്ക് പോവാൻ. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ധൃതി വെക്കല്ലേ, ആലോചിക്കട്ടെ. നമ്മളിപ്പോ കാലൊച്ച വെക്കാതെ പതുക്കെ പതുക്കെ നടന്നു പോയാൽ കുരുനരിക്ക് അറിയാതെ കടന്നു പോവാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എണീറ്റ് നിന്ന് കാലൊച്ച വെക്കാതെ നടക്കാൻ പോകുന്നു. ദയവ് ചെയ്ത് എണീക്കൂ, വേഗം എഴുന്നേൽക്കൂ. വേഗം എല്ലാരും എനിക്ക് എഴുന്നേറ്റോ? പതുക്കെ എല്ലാവരും കാലൊച്ച ഇടാതെ നടക്കണം. എല്ലാവരും കാലൊച്ച ഇടാതെ ഇങ്ങനെ നടന്ന് പറയണം. വേഗം ഞങ്ങളുടെ ഒപ്പം ഒച്ച വെക്കാതെ വരൂ. ഒച്ച വെക്കാൻ പാടില്ല. പതുക്കെ പതുക്കെ മുന്നും കാലിൽ നടക്കണം. മുന്നും കാലിൽ നടക്ക. അവിടെ നോക്ക്. പതുക്കെ 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 പതുക്കെ. എങ്ങനെയോ നമ്മൾ ഈ ശാന്തമായ കാട് കടന്നു വന്നു. അതുമാത്രല്ല, കുരുനരിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നു. നിങ്ങളും ഞങ്ങളെ പോലെ നടന്നതിന് നന്ദി. നമ്മൾ അടുത്തത് എങ്ങോട്ടാ പോന്ന ഡോറ? 6 കാട്, മഞ്ഞൾ നിറ താഴ്വര. നമ്മൾ രണ്ടുപേരും ശബ്ദമിടുന്ന ആറ്റിനെ കടന്നു. ശാന്തമായ കാട് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അടുത്തതായി പോവാൻ പോകുന്നത് മഞ്ഞൾ നിറ താഴ്വര. നിങ്ങൾക്ക് ആ മഞ്ഞൾ നിറ താഴ്വരയെ കാണാമോ? എവിടെയാണിത്? അതാ അതാ അവിടെ ഉണ്ട്. നമ്മൾ മഞ്ഞൾ നിറ താഴ്വരയ്ക്ക് വന്നു. ഞങ്ങളെ ശബ്ദത്തിന് കണ്ടുപിടിക്കാൻ പോകുന്നു. അതിനാണല്ലോ ഇത്രയും ദൂരം വന്നത്. ഏയ്, അത് ആരാന്ന് കണ്ടോ? അത് ബെന്നി എന്ന് പറയുന്ന പോത്ത്. ഏയ് ബുജി, ആ ശബ്ദം എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് ബെന്നിയോട് ചോദിക്കാമോ? ഹായ് ബെന്നി, ഞങ്ങൾ ആ ശബ്ദം ആരാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വന്നതാ. എന്താ ശബ്ദം? ഞാനൊന്നും കേട്ടില്ലല്ലോ. നീ കേട്ടില്ലെന്നോ? ഇല്ല. എന്ത് ശബ്ദമായിരുന്നു അത്? എല്ലാരും വരൂ, നമുക്ക് ഹിബും ഹൂ എങ്ങനത്തെ ശബ്ദമാണെന്ന് നമുക്ക് ബെന്നിയോട് പറഞ്ഞു കാണിക്കാം. നിങ്ങളും ഞങ്ങളുടെ ഒപ്പം പറയണം. ഹിബ് ഹൂ ഹൂ. ഏയ്, ഇതുപോലൊരു ശബ്ദം ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടില്ല. ഓ, അപ്പൊ അത് എന്ത് ശബ്ദമായിരിക്കും? ഒന്ന് കേട്ടു നോക്കട്ടെ. ആ, ഓ, അത് വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ. ആരാണ് ആ ശബ്ദം തുടർച്ചയായിട്ട് ഉണ്ടാക്കുന്നത്? ആരാ ശബ്ദം ഉണ്ടാക്കുന്നത്? നിങ്ങൾ കണ്ടുപിടിച്ചോ? ആരാണത്? ബെന്നിയോ? ബെന്നിയാണ്. ബെന്നി, നീയാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നിനക്ക് കൂടെ കൂടെ എക്കളുണ്ടാവുന്നല്ലോ. ശരിയാണോ പറഞ്ഞത്? കുറെ ദിവസമായിട്ട് ഞാൻ എന്റെ ഇക്കിള് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. ഞങ്ങൾ നിന്നെ സഹായിക്കാം ബെന്നി. എന്റെ അമ്മ എങ്ങനെ എക്കൾ മാറ്റാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 1 മുതൽ 10 വരെ ഉറക്കെ ഒച്ചയിട്ട് എണ്ണിയാൽ നിന്റെ എക്കൾ നിന്നെ വിട്ട് വേഗം ഓടിപ്പോവും ബെന്നി. എന്റെ ഇക്കിള് മാറുന്നേ ഇല്ല ഡോറ. തീർച്ചയായിട്ടും പോവും. നിന്റെ കൈവിരലുകൾ ഉപയോഗിച്ച് 10 വരെ എണ്ണിക്കോ. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ബെന്നിയുടെ എക്കൾ മാറ്റാൻ നമ്മൾ എല്ലാവരും 1 തൊട്ട് 10 വരെ എണ്ണാമോ? നിങ്ങളും എണ്ണണം. 1 2 3 4 5 6 7 8 9 10. അയ്യാ, എന്റെ ഇക്കിള് മാറി. അയ്യാ, വളരെ സന്തോഷം ബെന്നി. നമ്മൾ ബെന്നിയെ സഹായിച്ചു. നിങ്ങളുടെ സഹായത്തിന് വളരെ